ഓരോ ദിവസവും സാധാരണ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് 4.5 വർഷം സർക്കാർ ഇത് പൂഴ്ത്തി വെച്ചത് കുറേ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നിപ്പോൾ വ്യക്തമായി. ഇപ്പോഴും മനസ്സോടുകൂടിയിട്ടാണ് ഒരു ടീമിനെ നിയോഗിച്ചത്. സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ പരാതികൾ കേൾക്കാൻ പൂർണ്ണമായിട്ടും വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെയായിരുന്നു വെക്കേണ്ടിയിരുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ പുരുഷന്മാരുടെ സേവനം ആവശ്യമില്ല. കാരണം ഈ പീഡനത്തിനൊക്കെ വിധേയരായ നടിമാർക്ക് സ്ത്രീകളുള്ളൊരു ടീമാണെങ്കിൽ അവർക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഇതൊരു എല്ലാം ഒരു കലർന്നൊരു സംഘത്തിനെ വെച്ചതുകൊണ്ട് അത് തന്നെ ആ വെച്ച രീതി തന്നെ ശരിയായില്ല. രണ്ടാമത് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ ജനപ്രതിനിധികളെ പോലും ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ജനപ്രതിനിധികളായതെങ്കിലും അവരുടെ ഒരു റെക്കോർഡെന്ന് പറയുന്നത് സിനിമയാണല്ലോ. ആ സിനിമയിൽ അവർ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചും കൂടുതൽ ആളുകൾ രംഗത്ത് വരിക. ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആരെല്ലാം ഈ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ നേരിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നുള്ള രീതി ശരിയല്ല. നേരിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ പരാതി സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് പോരാ, ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, പിന്നെ മറച്ചു വെച്ച ഭാഗങ്ങൾ, ഇതൊക്കെ പുറത്തു വിടണം. ആരൊക്കെയാണ് വേട്ടക്കാരെന്ന് ജനമറിയണം. അതല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ വേട്ടക്കാരായിട്ടും ചിലരല്ലാത്തവരായിട്ടും ഒന്നും ചിത്രീകരിക്കാൻ നിവൃത്തിയില്ല. വേട്ടക്കാരുടെ ശരിക്കുള്ള ചിത്രം പുറത്തു വരണം. 2, ഇനി സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തണം. ഈ കോൺക്ലേവ് ഉപേക്ഷിക്കണം. അത് വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, അത് വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ആ കോൺക്ലേവ് റദ്ദാക്കുക, സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയരായവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പോൾ MLA കൂടിയായിട്ടുള്ള മുകേഷിനെതിരായിട്ട് ഒരുപാട് നടിമാർ, ഇന്നും ഒരു നടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നടിമാരെ മാത്രമല്ല അവരുടെ വീട്ടുകാരെയും ശല്യം ചെയ്യുന്നൊക്കെ രീതിയിൽ, അതൊരു ജനപ്രതിനിധിക്കെതിരായിട്ടൊക്കെ വരുമ്പോൾ ഒരു മോശം ചിത്രം ഉണ്ടാവും. അതുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചാൽ 3 ഉപതെരഞ്ഞെടുപ്പ് നടത്താം. അതും സൗകര്യമാണ്. വേട്ടക്കാരാരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടി വെച്ച് ഉറപ്പിക്കില്ല. തീർച്ചയായിട്ടും നിലപാട് സ്വീകരിക്കും പാർട്ടി. ഇന്നിപ്പോൾ KPC പ്രസിഡൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ പാർട്ടിയാണ്. ഉടനെ നടപടി ഉണ്ടാവും. ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്നത് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റ്, ആ നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ വേട്ടക്കാർക്കെതിരാണ്. തീർച്ചയായിട്ടും ആ സമിതി നിലവിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. അക്കാര്യത്തിൽ ആ ഒരു നിലപാടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്കും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒരു സ്ത്രീ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് അവർ തീരുമാനിക്കേണ്ട, അത് സർക്കാരും അമ്മ സംഘടനയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അല്ല, അത് വരുന്നതാണ് കുറേ കൂടെ സേഫ്. കാരണം പറഞ്ഞു കേൾക്കുന്ന പുതിയ ഭാരവാഹികളുടെ പേര് വരുമ്പോൾ അവർക്കെതിരായിട്ടും വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു സുരക്ഷിതത്വം അത് തന്നെയാണ്. സ്ത്രീകളെ വയ്ക്കുന്നതാണ് ഒന്നും കൂടെ സുരക്ഷിതത്വം ആവുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ മാറ്റണം. ആൾക്കാർക്ക് വലിയ സംശയമില്ല. അങ്ങനെ ഒരാളെ കമ്മിറ്റിയിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ എന്ത് നയം രൂപീകരിക്കുന്നത്? പക്ഷെ ഇപ്പോഴേ ഈ ലക്ഷണം കണ്ടപ്പോൾ കഥകിന് മുട്ടിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം മുട്ടാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചിലപ്പോൾ ഒരു പേജിലൊക്കെ ഒതുക്കും. ഇതിപ്പോൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ലിസ്റ്റ് പുറത്തു വിട്ടാൽ ഒരു മെച്ചം, അല്ലെങ്കിൽ പലരെയും ജനം സംശയിക്കും. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായൊരു മെച്ചം എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം ഈ ഫീൽഡിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നെല്ലാവർക്കും മനസ്സിലായി.
കാരണം ഈ സിനിമ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റ് ഫീൽഡ് പോലെയല്ല സിനിമ ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സ്ത്രീയും പുരുഷനൊക്കെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനൊരു പരിധി വെച്ചിട്ടാണല്ലോ. ഇതങ്ങനെയല്ല, സിനിമയിലാകുമ്പോൾ ജീവിതം ഷൂട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാവണം. അതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാകണം. ഈ ബന്ധപ്പെട്ട ആർക്കൊക്കെ എതിരായിട്ട് പരാതി വന്നോ അതിനെക്കുറിച്ചൊക്കെ പാർട്ടി നോക്കാതെ അന്വേഷിക്കണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെ രാഷ്ട്രീയമായിട്ട് സർക്കാർ കാണരുത്. സർക്കാരിന് തെറ്റുപറ്റി, ഇത് 4 കൊല്ലം പൂഴ്ത്തി വെച്ചിരുന്നു, ഇപ്പോഴും കടന്ന് സർക്കസ് കാണിക്കുകയാണ്. അതുപോലെ സാംസ്കാരിക മന്ത്രി എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ പറയാം, പിണറായി വിജയന് നല്ലത് ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ക്യാബിനറ്റ് നീക്കുകയാണ്. അല്ലെങ്കിൽ മിക്കവാറും സജി ചെറിയാൻ പിണറായിനെയും കൊണ്ടേ പോകും. ആദ്യം ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു SSLC പാസ്സാവുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ രഞ്ജിത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു മന്ത്രി പറയുമ്പോൾ ആ മന്ത്രി സർക്കാരിന് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ പുറത്താക്കിയാൽ പിണറായിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ സജി ചെറിയാൻ പിണറായിനെയും കൊണ്ടേ പോകും. അതുകൊണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് മാറ്റണം. അല്ല, അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചോട്ടെ. ഏതായാലും അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഒരാളെ പോലും ജയിപ്പിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ജയിപ്പിച്ച ആളുടെ അവസ്ഥ ഇതാണെന്ന് ജനത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചു.